ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മുടെ വിജയണ്ണൻ്റെ പുതിയ സിനിമ. ഞാൻ വിജയണ്ണനെ എല്ലാ പടങ്ങളും ഫാൻസ് ഷോയാണ് കാണാറ്. അതായത് പുലർച്ചെ 4 മണിയുടെ ഷോയാണ് ഞാൻ വിജയണ്ണൻ്റെ എല്ലാ പടവും കാണാറ്. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ തലേ ദിവസത്തെ ഉറക്കം അന്നുണ്ടാവില്ല. രാത്രിയിലത്തെ ഉറക്കം അങ്ങോട്ട് മറന്നേക്ക്. അതാണ് അവസ്ഥ വിജയണ്ണൻ്റെ പടങ്ങൾക്ക്. എന്നാൽ പോലും നമ്മൾ കയറും. അതൊക്കെ സഹിച്ചിട്ട് ഈ രാത്രി ഉറങ്ങാണ്ട് ഈ പുലർച്ചെ ഷോയ്ക്ക് നമ്മൾ ഉന്തും തള്ളും ചവിട്ടും കൊണ്ട് നമ്മൾ കയറും. കാരണം ഫാൻ ഷോയ്ക്ക് സീറ്റ് നമ്പറില്ല. ഫാൻസ് ഷോയ്ക്ക് കയറുന്നവർക്ക് മനസ്സിലാവും. ഫാൻ ഷോയ്ക്ക് സീറ്റ് നമ്പറില്ലാത്തതുകൊണ്ട്, അതും തൃശ്ശൂർ രാഗത്തിലായിരുന്നു ഞാൻ കണ്ടത്. തൃശ്ശൂർ രാഗം പറയാം, അത്രയും വലിയ തിയേറ്ററിലെ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് അവിടെ സിനിമ ചിന്തിച്ചാൽ മനസ്സിലാവും. ഫാൻ ഷോ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയാം. അപ്പോൾ അത്രയും ഉന്തും ചവിട്ടൊക്കെ കൊണ്ട് ഇന്ന് നമ്മുടെ വിജയണ്ണൻ്റെ ഗോട്ട് കയറി കണ്ടു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തലയിൽ കൈവച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് പടം പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നാമത്തെ കാര്യം. എനിക്ക് ഇതിൻ്റെ ഈ സിനിമയുടെ ഇതിന് മുമ്പ് വന്ന അപ്ഡേറ്റ്സ്, പടത്തിൻ്റെ ട്രെയിലർ, സോങ്സ് ഒന്നും എനിക്ക് ആദ്യമായിട്ടാണ് വിജയണ്ണൻ്റെ ഒരു സിനിമയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഫീൽ ചെയ്യണം. ഇപ്പം വിജയണ്ണൻ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകൾ, അതിപ്പോൾ ഏതായിക്കോട്ടെ, ഇതിപ്പോൾ ബീസ്റ്റ് ആയാലും വാരിസ് ആയാലും പുലി ആയാലും പുലിയുടെ ഒക്കെ ടീസറൊക്കെ വേറെ ലെവൽ ടീസറായിരുന്നു. ആ ഒരു ഒറ്റ ടീസർ, ആ ഒരു മിനിറ്റിൻ്റെ ഒറ്റ ടീസർ മാത്രം കണ്ടാൽ മതി പുലി കാണാനൊക്കെ. അങ്ങനെ ഇപ്പോൾ എല്ലാ പടങ്ങളും പുള്ളിയുടെ ഇതിന് മുമ്പ് തിയേറ്ററിൽ ഇറങ്ങി ഏത് സിനിമ നിങ്ങൾ എടുത്തു നോക്കി, പൊട്ടിയ പടങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അതിന് വന്ന അപ്ഡേറ്റ്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഗോട്ട് എന്ന് പറഞ്ഞ പടത്തിന് വന്നിരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ വൺ ഷോക്ക്. അപ്പോഴേ എനിക്ക് ആദ്യമായിട്ടാണ് വിജയുടെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഫീല് കിട്ടുന്നത്. കാണാൻ തോന്നിപ്പിക്കും ഒന്നും തന്നെ ഒരു അപ്ഡേറ്റും സിനിമയുടെ റിലീസിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ കയറി. കാരണം വിജയ് പടം, അണ്ണൻ പടം, അതാണ് നമ്മുടെ ഒരു ഇത്. അങ്ങനെ കയറി കണ്ടു. പ്രതീക്ഷ ഇല്ലാണ്ട് കയറിയിട്ട് പോലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പോസിറ്റീവായിട്ട് സിനിമയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളില്ല. മെയിനായിട്ട് ഒരു കാര്യം, അത് വിജയണ്ണൻ തന്നെയാണ്. പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളി നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. 2 ക്യാരക്ടറുണ്ട്. 2 ക്യാരക്ടേഴ്സും വിജയണ്ണൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസൊക്കെ അടിപൊളിയുണ്ട്. വിജയണ്ണൻ അത്രയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, വിജയ് ഇതാണെന്നൊക്കെ പറയണമാരൊക്കെ ചെകിടത്തടിക്കണം. ആ രീതിയിൽ അത് വെറുതെ കിടന്ന് പറയണം വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, വെറുതെ ഒരു സുഖം, ഒരു കുത്തിക്കഴപ്പ്, അത്രേ ഉള്ളൂ. ആ കാര്യമാക്കാനൊന്നുമില്ല. അപ്പോൾ അവർക്കൊക്കെ, പക്ഷെ അവർ കണ്ടാലും സമ്മതിച്ചു തരില്ല കേട്ടാ. വിജയണ്ണൻ എന്ത് ചെയ്താലും ഈ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ അവന്മാരൊക്കെ അത് കുറ്റം പറയാണ്ടിരിക്കണം. അപ്പോൾ അവന്മാരെ വായടപ്പിക്കാൻ പറ്റില്ല. അവന്മാർ പറഞ്ഞോട്ടോ, കുഴപ്പമില്ല. വിജയണ്ണൻ ഇതിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ എനിക്ക് തോന്നി മെയിനായിട്ടുള്ളൊരു പോസിറ്റീവും പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ സിനിമയുടെ സ്റ്റോറി, ഫസ്റ്റ് ഹാഫ്, സിനിമ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ കഥ പോണേന്ന്. ഫസ്റ്റ് ഹാഫ് ആ 1.5 മണിക്കൂർ പക്ക പ്രിഡിക്റ്റബിൾ ആയിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെയായിരുന്നു സിനിമ പോകണ്ടായിരുന്നത്. നമ്മൾ വിജയണ്ണൻ്റെ ഒരു 3-4 സിനിമകൾ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ പ്രിഡിക്റ്റ് ചെയ്യാം. അങ്ങനെയായിരുന്നു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് പോകണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നു. സെക്കൻഡ് ഹാഫിൽ കഥ പ്രിഡിക്റ്റബിൾ ഒന്നും ആയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാളും അക്രമമായിട്ടാണ് സെക്കൻഡ് ഹാഫ് പോയത്. ക്ലൈമാക്സ് ഒക്കെ എൻ്റെ കർത്താവ് എന്തിട്ടേക്ക് കാണിക്കണേ. ലാസ്റ്റ് ഒരു സാധനം ഉണ്ടോ, ഞാൻ പറഞ്ഞത് ഇതായി പോകും. നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ, കാണാത്തവർക്ക് കുറേ പേര് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. എൻഡിങ്ങിനൊക്കെ ഒരു സാധനം വരുത്, എവിടെ നിന്ന് ഇതൊക്കെ ഇറങ്ങി വരണമെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പിന്നെ പോസിറ്റീവ്, പിന്നെ ക്യാമിയോസ് കുറച്ചുണ്ട്. അതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് SK ശിവകാർത്തികൻ. സ്പോയിലറാണ്, എന്നാലും കുഴപ്പമില്ല. അത് കാരണം അതൊക്കെ ഇതിലെടുത്ത് പറയുള്ളൂ, വേറെ ഒന്നുമില്ല. ശിവകാർത്തികൻ, ധോണി, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ അജിത്ത്, പുള്ളിയുടെ റെഫറൻസ് ഉണ്ട്. പുള്ളിയുടെ മുഖമൊന്നും സ്ക്രീനിൽ വരുന്നില്ല, പക്ഷെ പുള്ളിയുടെ ഒരു സാധനം അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി, ഒരു റെഫറൻസ് ആണ്. പിന്നെ പലരും ക്യാമിയോസൊക്കെ ബോറായിന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ധോണിയുടെ എനിക്കൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. പക്ഷെ SKൻ്റെ ക്യാമിയോ വന്നപ്പോൾ എനിക്ക് പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സിനിമ അത്രയും നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ക്ലൈമാക്സ് ഒക്കെ. അതിനിടയ്ക്ക് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, എനിക്കറിയില്ല. കുറേ പേര് ക്യാമിയോസ് ഒന്നും കാര്യമില്ല, SK ഒക്കെ എന്തിനാ വന്നത് പോലും പലർക്കും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു നടനാണ് SK. കാരണം എനിക്ക് നമ്മുടെ ഇവിടെ ദിലീപേട്ടൻ്റെ പോലെയാണ് തമിഴ്നാട്ടിലെ SK. അവിടെ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ്, പുള്ളിയുടെ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്ക്രീൻ പ്രസൻസ് ഇഷ്ടമൊക്കെ ഉള്ളൊരു നടൻ SK. അപ്പോൾ ഈ പടം ഒരു അപരാധം ലെവലിലോട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ട ഇടയിൽ പെട്ടെന്ന് നമ്മുടെ SKനെ കാണിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനത്തെ ചില സീനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മൾ പടം ഡൗൺ ആയി പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ചില സീൻ കയറി വരും. അപ്പം നമ്മളൊന്നും വരും,
അത് നന്നായിട്ടുണ്ട്, അത് കൊള്ളാം, ആ രസമായി എന്ന് തോന്നിക്കണ ചില സാധനങ്ങൾ ഇടയ്ക്കൊന്ന് കയറി വരും. പക്ഷെ അതുകൊണ്ടൊന്നുമില്ല, അതൊന്നും പടത്തിനെ ഒരു തരത്തിലും പിടിച്ചു നിർത്തണമെന്നില്ല. പടം ആ ചില സീനുകളൊന്ന് ഗംഭീരമായി തോന്നി അപ്പോഴേക്കും പടം വീണ്ടും അവരാധൻ ട്രാക്കിലേക്കാണ് കയറണം. മനസ്സിലായി? അപ്പം അതാണ് ഇതിൻ്റെ പ്രശ്നം. വിജയണ്ണൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. സ്റ്റോറി എൻ്റെ പൊന്നു, നല്ലൊരു പാട്ട് പോലും ഇല്ലേ ആദ്യമായിട്ടാണ് വിജയണ്ണൻ്റെ ഒരു പടം ഇങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞത്. അയ്യോ, മൊത്തത്തിൽ എനിക്ക് ഒരു തരത്തിലും തൃപ്തി തരാത്ത ഒരു സിനിമയായിരുന്ന ഗോട്ട്. എനിക്ക് അത്ര പറയുള്ളൂ. എനിക്ക് അത് ഭയങ്കരമായിട്ടൊരു നിരാശയായിരുന്ന. പിന്നെ എൻഡിങ് സീനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ തന്നെ പോയി കണ്ടു നോക്ക്. ഞാൻ ഇനി നമ്മളായിട്ട് പറയണില്ല, അത് വേറൊരു തരം ഡിസ്റ്റാണ്. ആ ഡിസ്റ്റ് കേമായിട്ടുണ്ട്, അത് തന്നെ നിങ്ങൾ കണ്ടു നോക്കിക്കോ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കാവാത്ത ഒരു സിനിമ. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ. ചിലവർക്ക് സിനിമ ആവറേജ് ആയിട്ട് തോന്നി നോക്കിയിരിക്കും, പലർക്കും, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലവർക്ക് ചിലപ്പോൾ ഇത് ചില സീൻസൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു ആവറേജ് ഫീലൊക്കെ കിട്ടിയെന്നൊക്കെ ഇരിക്കാം. അപ്പോൾ കാണാൻ വിചാരിച്ചവർ, വിജയണ്ണന് ഇഷ്ടമുള്ളവരൊക്കെ തിയേറ്ററിൽ എന്തായാലും പോയി കണ്ടോ. എന്തായാലും പുള്ളി ഇത് വല്ലപ്പോഴൊക്കെ പടം ഇറങ്ങി. ഇപ്പോൾ 2 പടം കൂടി നിങ്ങൾ പറഞ്ഞേക്കണം. അതറിയില്ല, ആകെ പുള്ളി എത്ര പടം ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ബ്രേക്ക് എടുക്കുകയാണെന്ന് സംഭവം ഒന്നും അറിയില്ല. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായം ഇതാണ്, എനിക്ക് സിനിമ വർക്കായില്ല. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കിക്കോ. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഓക്കെ.